ജീവൻ അപകടത്തിലായ മകന് പ്രാണൻ നൽകാൻ അമ്മ തയ്യാർ. പക്ഷേ ചികിത്സിക്കാൻ പണമില്ല. ആലപ്പുഴ തകഴിയിൽ നിന്നാണ് കഷ്ടപ്പാടിന്റെ ഈ വാർത്ത. 31 വയസ്സുള്ള ഉമേഷ് ഉണ്ണികൃഷ്ണന്റെ ഇരുവൃക്കകളും തകരാറിലാണ്. ചികിത്സയ്ക്കായി വിൽക്കാൻ സ്വന്തമായൊരു വീട് പോലുമില്ല ഈ കുടുംബത്തിന്. ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഉമേഷ് ഒരു സ്റ്റുഡിയോ നടത്തി ജീവിതം മുന്നോട്ടു പോകുമ്പോഴായിരുന്നു 7 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പരിശോധനയിൽ വൃക്കരോഗമുണ്ടെന്ന് കണ്ടെത്തുന്നത്. വൈകാതെ ഇരുവൃക്കകളും തകരാറിലായി. ഇനി ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി. ഉമേഷിന് വൃക്ക നൽകാൻ അമ്മ ശ്രീദേവി തയ്യാറാണ്. എന്നാൽ ഇതിനായുള്ള ഭാരിച്ച തുക കണ്ടെത്താനുള്ള പാങ്ങില്ല കുടുംബത്തിന്. മുത്തശ്ശിയുടെ അർബുദത്തിന് ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ ഉമേഷും കുടുംബവും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. മോൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടിയായിട്ട് ഞങ്ങളിപ്പം വണ്ടാനത്ത് വീടെടുത്ത് താമസിക്കുക. അച്ഛനും അസുഖം, പിന്നെ മോൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കടമൊക്കെ മേടിച്ച് ഇതിനായിട്ട് ഇങ്ങനെ നടക്കുന്ന കാരണം അച്ഛനെങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ ജോലിക്കോ ദൂരെയെങ്ങും പോയി പണിയാൻ പറ്റത്തില്ല. പിന്നെ അടുത്തെവിടെയെങ്കിലും പോകാനായിട്ട് മോനെയും കൊണ്ട് ഈ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് പറ്റത്തില്ല. രോഗം മൂർച്ഛിച്ചതോടെ സ്റ്റുഡിയോ അടയ്ക്കേണ്ടി വന്നു. മരപ്പണിക്കാരനായ പിതാവ് ഉണ്ണികൃഷ്ണന്റെ വരുമാനം മാത്രമാണ് ഏക ആശ്രയം. ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് വേണം. ചികിത്സാ ചെലവിന് പണമില്ലാത്തതിനാൽ മാനസികമായും ഉമേഷ് തളർന്നു. ഞാനൊരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 2016 ഇതുപോലെ വയ്യാതായിട്ട് കുഴപ്പമില്ലാതെ മെഡിസിനിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ കഴിഞ്ഞ ഡിസംബറിലാണ് സീരിയസ് ആയിട്ട് കൊണ്ടുപോയത്. അപ്പം വീട്ടിൽ തന്നെ ഇരുന്നുള്ള വർക്കായിരുന്നു ചെയ്തത്. ഇപ്പം വർക്കും പൊതുവേ കുറവാണ്. നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പൊതുവെ ഇതായി ആൾക്കാർക്ക് വയ്യാതിരിക്കുന്നുണ്ട്. നമ്മുടെ കോലം തന്നെ മാറി, വേറെ ഇതിലോട്ട് പോയി അസുഖം തോന്നിയപ്പോഴേ. ശസ്ത്രക്രിയയ്ക്ക് 6 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരും. തുടർ ചികിത്സയ്ക്കും പണം വേണം. ശസ്ത്രക്രിയ ഇനിയും വൈകിയാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി സുമനസുകളുടെ സഹായത്തിൽ മാത്രമാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. അമ്മ ശ്രീദേവിയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് തകഴി ശാഖയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 24 ആലപ്പുഴ.